എവരിവൺ, നമ്മളെ കുട്ടികളുടെ സ്കിന്ന് ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ട് നിൽക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. കുട്ടികളുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വ്യത്യസ്ത തരത്തിലുള്ള നട്ട്സുകൾ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ള, അതുപോലെ തന്നെ വ്യത്യസ്ത നിറങ്ങളിലുള്ള ഫ്രൂട്ട്സുകൾ, വ്യത്യസ്ത നിറങ്ങളിലുള്ള വെജിറ്റബിൾസും ഇവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ഡൈജഷൻ കറക്റ്റ് ആണോ നോക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് സപ്ലിമെൻറ്റുകൾ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, എറോബിക്സ് പോലത്തെ ഡാൻസുകളോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസോ, അതായത് പാരൻസ് രണ്ടുപേരും ഫാദറും മദറും അവരെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യുമ്പോൾ അവർ നല്ല ഹാപ്പി ആവുകയും നല്ലൊരു ഹാപ്പി ഹോർമോൺ അവരെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ഇതുവഴി അവരെ സ്കിന്ന് നല്ല രീതിയിൽ ടോണായി നല്ല ഗ്ലോയിങ് ആയിട്ട് നിൽക്കും. പിന്നെ മാത്രമല്ല അവരെ പോർട്സ് എല്ലാം ഓപ്പണായി എലിമിനേഷൻ നടക്കാനും ഇങ്ങനത്തെ എക്സസൈസുകൾ അവരെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ എലിമിനേഷൻ നടക്കുമ്പോഴും നല്ല രീതിയിലുള്ള ഒരു സ്കിന്ന്, ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നമ്മളെ മക്കൾക്ക് കിട്ടും. ദെൻ നമ്മൾ തേർഡ് വൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പാരൻസ് ആദ്യം ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡിന്നർ ഉണ്ടല്ലോ ഒരു 6:30 to 7 ഉള്ളിൽ ഹെവി ഫുഡ് നിങ്ങൾ അവസാനിപ്പിക്കണം. അതിനുശേഷം അവർക്ക് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള കട്ട് ഫ്രൂട്ടുകളോ ഫ്രൂട്ട് ജ്യൂസുകളോ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ടൈം ഉണ്ടാവാൻ പാടില്ല കുട്ടികൾക്ക്. നിങ്ങൾ നല്ല കഥകൾ പറഞ്ഞ് അവരെടുത്ത് കിടന്ന്, അതായത് പാരൻസ് രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും കിടക്കുക, അതല്ല ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാൾ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല തലോടി അവരെ ഉറക്കുക. അതിനുശേഷം ആ സമയത്താണ് അവരെ സ്കിന്ന് അല്ലെങ്കിൽ ബോഡി കംപ്ലീറ്റ് റിപ്പയറിങ് ടൈം എന്നാണ് പറയുക. ആ ഡീപ്പ് സ്ലീപ്പിൻ്റെ ടൈമിൽ ഇങ്ങനെ റിപ്പയർ ആകുമ്പോൾ നല്ല രീതിയിൽ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കൊളാജന് സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാനും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആൻഡ് സിൽക്കി സ്കിന്നായി മാറാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കഴിച്ച ഫുഡുകളൊക്കെ റിസൾട്ട് കിട്ടുന്ന ഈ ഉറക്കത്തിൻ്റെ ടൈമിലാണ്. അപ്പം പ്രത്യേകിച്ച് കുട്ടികളുടെ ഉറക്കം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ പാരൻസ് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. ഞാൻ ഈ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളായിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ്, ഇത് 3ഉം നിങ്ങളെ കുട്ടികളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന 4ാമത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 4ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാണ്. നമുക്കറിയാം 2 ടൈപ്പിലുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്തതും മറ്റൊന്ന് മോഡേൺ മെത്തേഡിലുള്ള പ്രൊഡക്റ്റുകളും. ഏറ്റവും കുട്ടികൾക്ക്, ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സ്കിൻ കെയറിന് പറ്റിയത് വെച്ചാൽ മോഡേണും ട്രഡീഷണലും ക്ലബ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തേക്കുന്ന തൈലങ്ങൾ, അതായത് ഫ്ലവർ ബേസിലുള്ള തൈലങ്ങൾ, അതുപോലെ തന്നെ ഓയിൽസ്, അതുപോലെ ബോഡി പാക്കുകൾ, അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ, നാച്ചുറൽ ബോഡി സ്ക്രബുകൾ, അതുപോലെ ഫ്രൂട്ട് ഫേഷ്യൽസ് ഒക്കെ വരും. പിന്നെ മോഡേൺ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്, സിറംസ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സ്, സൺസ്ക്രീന്, ഇതൊക്കെ മോഡേൺ മെത്തേഡിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ സൈഡ് എഫക്ട്സ് കുറവാണ് എന്നുള്ള കാര്യം. എന്നാൽ ഒട്ടുമിക്ക പേരൻസിനും സൺസ്ക്രീന്, മോയ്സ്ചറൈസേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഭയക്കുന്നുണ്ട് കെമിക്കലാണോ കേടാണോ എന്നുള്ള രീതിയിൽ. ആദ്യം പാരൻസ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ അവർക്ക് ഓറൽ കെയറിന് വേണ്ടിയിട്ട് പേസ്റ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ പേസ്റ്റ് 2 ടൈപ്പിലുണ്ട്, നല്ല കണ്ടൻറ്റുകളുള്ളതും ഹാംഫുൾ കണ്ടൻറ്റുകളുള്ളത്. അപ്പോൾ നമ്മൾ മക്കൾക്ക് എപ്പോഴും സെലക്ട് ചെയ്ത നല്ല കണ്ടൻറ്റുകളുള്ള പേസ്റ്റാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നല്ല കണ്ടൻറ്റുകളുള്ള സൺസ്ക്രീനുകൾ, മോയ്സ്ചറൈസേഴ്സ്, അതുപോലെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകളുള്ള സൺസ്ക്രീനോ മോയ്സ്ചറൈസേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് നോക്കൂ. അങ്ങനെ വരുന്ന സമയത്ത് മക്കൾക്ക് അവരുടെ സ്കിൻ ടോണ് നല്ലൊരു ഈവൻ ടോണിൽ നിലനിർത്താൻ ഈ സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സൺസ്ക്രീനിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് റീഅപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടി അവർക്ക് ശീലമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവരുടെ സ്കിൻ്റെ ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, അതായത് ചെറുപ്പത്തിലുള്ള സ്കിൻ ടോൺ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ ഒരു നല്ലൊരു സ്കിൻ കെയർ റുട്ടീന് നമ്മൾ പാരൻസ് പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ലൊരു സ്കിൻ കെയർ മക്കൾക്ക് ചെറുപ്പം തൊട്ടേ ശീലാക്കുക. നല്ല രീതിയിൽ അവരെ ഫുഡ്, സപ്ലിമെൻറ്റ്സ്, അതുപോലെ പ്രൊഡക്ട്സ് ഇതൊക്കെ നല്ല രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നും എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.